അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വികാരങ്ങൾ വിജൃംഭിച്ചു നിൽക്കുന്ന ആ മുഹൂർത്തത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ തുജീബൂനി യാ മാശറൽ അൻസാർ, അൻസാരികളെ നിങ്ങൾ എനിക്ക് മറുപടി തരില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ അതിന് നിങ്ങൾ മറുപടി തരില്ലേ? നബി ചോദിച്ചു. നബിയെ, അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ സമ്മതിച്ചല്ലോ. അങ്ങ് ഇനി എന്തെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നു അതിനെല്ലാം ഞങ്ങൾക്ക് സമ്മതം മാത്രമേ ഉള്ളൂ. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ, അതേ നബിയെ. അവരെല്ലാവരും ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് നബി ഒരു വലിയ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇസ്ലാമിന്റെ വികാരത്തിന്റെ അടിസ്ഥാനമാണ്. നബിയെ കുറിച്ച് പറയുമ്പോൾ, നബിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും വികാരം അതായിരിക്കണം. എന്താണ് ഇസ്ലാമിനോടൊപ്പം സഞ്ചരിക്കാനുള്ള മാനസികമായ വികാരം? ഏതാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രംഗം വല്ലാത്തൊരു വൈകാരികമായി നമ്മൾ അനുഭവപ്പെടുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അലാ തുജീബൂനി യാ മാശറൽ അൻസാർ, അൻസാരികളെ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരില്ലേ? നിങ്ങൾക്ക് ആടുമാടുകൾ വേണം, നിങ്ങൾക്ക് സ്വർണവും വെള്ളിയും വേണം. നിങ്ങളെ ഞാൻ ആടുമാടുകൾ കൊണ്ട് പരിഗണിച്ചില്ല, നിങ്ങളെ ഞാൻ സ്വർണവും വെള്ളിയും കൊണ്ട് പരിഗണിച്ചില്ല, ഭൗതിക ദ്രവ്യങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ പരിഗണിച്ചില്ല. അതാണല്ലോ നിങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനം. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയില്ലേ അൻസാരികളെ? ഖാലൂ ലിമാദാ യാ റസൂലല്ലാഹ്. അവരെല്ലാവരും അപ്പോഴേക്കും വല്ലാത്ത ഒരു മാനസികമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. എന്തിനാണ് ഞങ്ങൾ ഉത്തരം ചെയ്യേണ്ടത് നബിയെ? അങ്ങ് ചോദിക്കൂ, ഞങ്ങൾ ഉത്തരം പറയാം. ഞങ്ങൾ സത്യസന്ധരാണ്, ഞങ്ങൾ ഒന്നും മറച്ചു വെക്കുന്നില്ല. എന്നിട്ട് നബി ഒരു ചോദ്യം ചോദിച്ചു, അലാ തർലൗന യാ മാശറൽ അൻസാർ, അൻസാരികളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അൻ യദ്ഹബൻ നാസു ബിശ്ശാതി വൽ ബഈർ, ഈ ആൾക്കാർ, ഈ പുതുവിശ്വാസികൾ, ഈ മക്കായിൽ നിന്ന് ഈ പാതയോട് ചേർന്നവർ, ഉടനെ ചേർന്നവർ, അവരെല്ലാവരും ഹുനൈനിൽ നിന്ന്, ത്വായിഫിൽ നിന്ന്, ജഅറാനയിൽ നിന്ന് അവർക്ക് കിട്ടിയ ആടുകളും മാടുകളുമായി വീടുകളിലേക്ക് മടങ്ങുന്നു. വതർജിഊന ബിറസൂലില്ലാഹ്, നിങ്ങൾ ആടുമാടുകളല്ല, ദ്രവ്യങ്ങളല്ല, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലുമായി മടങ്ങുന്നു. സത്യവിശ്വാസികളുടെ മനസ്സിൽ ഒരു കമ്പയറിംഗ് ചിന്ത ഉണ്ടാക്കുകയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സുബ്ഹാനല്ലാഹ്. ജനങ്ങൾ ദുനിയാവുമായി പോകുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലുമായി പോകുന്നു. ജനങ്ങൾ ആടുമാടുകളുമായി മടങ്ങുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലുമായി മടങ്ങുന്നു. നിങ്ങൾക്കറിയോ, അള്ളാഹുവാണ് സത്യം. ലൗലൽ ഹിജ്റ എന്ന ഒരു കാര്യം അള്ളാഹു എൻ്റെ ജീവിതത്തിൽ നിശ്ചയിച്ചു വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ വിധിയിൽ ഞാൻ മക്കയിൽ ജനിക്കണം, പിന്നെ ഹിജ്റ പോകണം, അങ്ങനെ മദീനയിൽ എത്തണം എന്ന ഒരു കടമ്പ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലകുന്തു ഇംറഅൻ മിനൽ അൻസാർ, ഞാൻ അൻസാരികളിൽ ഒരാൾ ആകുമായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം നമ്മൾ പറഞ്ഞല്ലോ, കണ്ടല്ലോ, കേട്ടല്ലോ. മക്കക്കാരുടെ സ്വഭാവം നമ്മൾ ഇതേ ചരിത്ര സഞ്ചാരത്തിൽ പറഞ്ഞല്ലോ, കണ്ടല്ലോ. വാശിക്കാരായ മക്കക്കാരുടെ അനുഭവങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അൻസാരി സഹാബിമാരുടെ സ്വഭാവം നമ്മൾ കണ്ടല്ലോ. ഈ രണ്ട് സ്വഭാവങ്ങളിൽ, മക്കക്കാരുടെ സ്വഭാവങ്ങളിലും മദീനക്കാരുടെ സ്വഭാവങ്ങളിലും മഹാനായ നബിയുടെ സ്വഭാവം ഏറ്റവും അധികം ടാലിയാകുന്നത്, ഏറ്റവും അധികം യോജിക്കുന്നത് ആരുടെ സ്വഭാവത്തോടാണ്?
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിന് ഏറ്റവും അധികം ആ മാർദ്ദവത്വം, ആ സോഫ്റ്റ്നെസ് ഇതെല്ലാം ഉള്ളത് അൻസാരികളുടെ സ്വഭാവത്തോടാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹിജ്റ എന്ന ഒരു കാര്യം അള്ളാഹു എന്റെ ജീവിതത്തിൽ വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ അടിസ്ഥാനപരമായി മദീനക്കാരൻ, ഞാൻ അൻസാരികളിൽപ്പെട്ട ഒരാളാകുമായിരുന്നു. മാത്രമല്ല നബി പറഞ്ഞു, ലൗ സലക്കന്നാസു ശിഅബൻ, ജനങ്ങളെല്ലാം ഒരു വഴിയിലേക്ക് കടക്കുകയാണ് എങ്കിൽ, വസ്സലക്കൽ അൻസാറു ശിഅബൻ, അൻസാരികൾ വേറെ ഒരു വഴിയിലേക്കും കടക്കുകയാണ് എങ്കിൽ, ലസലക്തു ശഅബൽ അൻസാർ, ഞാൻ അൻസാരികളുടെ വഴിയിലേക്കാണ് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഒരു വലിയ ദുആ ദുആർന്നു. അല്ലാഹുമ്മ അർഹമിൽ അൻസാർ, അല്ലാഹുവേ അൻസാരികളെ നീ കാരുണ്യം കാണിക്കണമേ. വഅബ്നാ അൽ അൻസാർ, അൻസാരികളുടെ സന്തതികളോട് നീ കാരുണ്യം കാണിക്കണമേ. വഅബ്നാ അബ്നാഇൽ അൻസാർ, അൻസാരികളുടെ മക്കളുടെ മക്കളോട്. ഇത്ര പറഞ്ഞെത്തുമ്പോഴേക്ക് ഒരു കൂട്ടക്കരച്ചിലായിരുന്നു പ്രതികരണം. എല്ലാവരും കൈകൾ ഉയർത്തി, ഇടറിയ കണ്ഠങ്ങളോടുകൂടെ കലങ്ങിയ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവർ പറഞ്ഞു, റളീന റളീന റളീന, ഞങ്ങൾക്കതു മതി, ഞങ്ങൾക്കാട് വേണ്ട, ഞങ്ങൾക്കൊട്ടകം വേണ്ട, ഞങ്ങൾക്ക് സ്വർണവും വെള്ളിയും വേണ്ട, ഞങ്ങൾക്ക് ഭൗതികതയുടെ നിധികുംഭങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് അങ്ങ് മതി. കാരണം അങ്ങിലൂടെയാണ് ഞങ്ങൾക്ക് മോക്ഷം കിട്ടിയത്, അങ്ങിലൂടെയാണ് ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാണ് സമീപനം. അൻസാരികൾക്ക് വിഷമമുണ്ട്, അത് സ്വത്തിന്റെ പേരിലാണ്, അത് വിഹിതം കിട്ടാത്തത് കൊണ്ടാണ് എന്ന് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാൽ കൊടുത്തവരിൽ നിന്ന് കുറച്ച് തിരിച്ചു വാങ്ങുകയോ അല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നുമായി കുറച്ച് ഒപ്പിക്കുകയോ ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നം തീർക്കല്ല ചെയ്തത്. ഒരു പ്രശ്നം തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു പ്രശ്നം തൊലിപ്പുറത്തല്ല തീർക്കേണ്ടത്. ഒരു പ്രശ്നം തീർക്കേണ്ടത് അതിന്റെ ആഴത്തിലുള്ള റൂട്ടുകളിലൂടെ പോയിക്കൊണ്ടാണ്. മാത്രമല്ല, ആ പ്രശ്നം തീർക്കാൻ വേണ്ടി വാദിക്കുന്ന ആൾക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കേവലം നിർവഹിച്ചു കൊടുത്തുകൊണ്ടല്ല, പരാതിപ്പെടുമ്പോ ഇതാ എന്ന് പറഞ്ഞുകൊണ്ടല്ല പ്രശ്നം തീർക്കേണ്ടത്. മറിച്ച് ആ പ്രശ്നത്തിലേക്ക് അവരെ നയിച്ച മാനസികാവസ്ഥയെ തിരുത്തിക്കൊണ്ടാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക വിജയത്തിന്റെയും അതിന്റെ യാത്രയുടെയും അനുബന്ധങ്ങളുടെയും എല്ലാം ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോഴേക്കും ഹവാസിൻ ഗോത്രക്കാർ വന്നു. 14 പേരാണ് അവർ വന്നത്. അവർ വന്നപ്പോഴേക്കും അവരുടെ സ്വത്തുക്കളൊക്കെ മറ്റുള്ളവർക്ക് ഗനീമത്തായി കൊടുത്തു കഴിഞ്ഞിരുന്നു. ഏതായിരുന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഅറാനയിൽ നിന്ന് തന്നെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇഹ്റാം ചെയ്ത് നേരെ ഉംറക്ക് പോയി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.